നമസ്കാരം. വെൽവിൻ റെക്കോർഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻ പാറയും അതിനോട് ചേർന്നുള്ള ഗുഹാക്ഷേത്രവുമാണ്. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഒളിവിൽ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഗുഹാക്ഷേത്രവും ഒരുപാട് ഐതിഹ്യങ്ങളുടെ കഥ പറയുന്ന പുണ്യഭൂമി കൂടിയാണ്. എൻ്റെ പേര് രാജൻ എന്നാണ്. ഞാൻ ആർക്കിയോളജി വകുപ്പിലെ വാച്ച്മാനാണ്. ഇവിടെ കവിയൂർ ഗുഹാക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന 9 വർഷമായി. അതുപോലെ തന്നെ എനിക്ക് സുഗതകുമാരിയുടെ വീടിൻ്റെ ചാർജുകളുണ്ട്. അപ്പോൾ 1.5 ദിവസങ്ങളിലേ ഞാനിവിടെ വരാറുള്ളൂ. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 8-ാം നൂറ്റാണ്ടിൽ പല്ലാവ രാജാക്കന്മാരുടെ കാലത്ത് മഹേന്ദ്രവർമ്മ രാജാവ് ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. അത് മേളിൽ ഇതെല്ലാം പഴയ ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാറയുടെ മുകളിലായിട്ട് അത് പഴയ ലിപി കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് ബുദ്ധ സന്യാസിമാർക്ക് തപസ്സിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നത്. ഇതിനകത്ത് ഈ ശിവലിംഗത്തിനടിയിൽ ഗുഹയുണ്ട്. ഇത് അടുത്ത ക്ഷേത്രമായ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഗുഹയ്ക്കകത്ത് മുറികളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കല്ലുകൊണ്ടുള്ള കട്ടിൽ ഇങ്ങനെ ഉള്ള വസ്തുക്കളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇതൊരു 30 വർഷം മുമ്പ് ഓപ്പണായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ഇറങ്ങി ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നില്ല ആൾ. അത് കഴിഞ്ഞ പിന്നാണ് ഇത് അടച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്തൂടെ ഇറങ്ങിപ്പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഓപ്പൺ അല്ല. അതേപോലെ ഇത് പാണ്ഡവര് വനവാസകാലത്ത് ഒളിച്ചു താമസിച്ചാണ് പുരാണത്തിൽ പറയും. അവർ വനവാസകാലത്ത് ഒളിച്ച് ഈ ഗുഹയ്ക്കകത്ത് താമസിക്കുകയും ഭീമനും ഒക്കെ മീൻ്റെ മുകളിൽ കിടന്നതും അവിടെ ഭീമൻ്റെ ഗദയുടെ പാട്, വാളിൻ്റെ പാടൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ, കാൽപാദങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ട്. അവർക്ക് സ്നാനം ചെയ്യാൻ വേണ്ടി ഒരു കുളം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇത് ഉഗ്രമൂർത്തിയായ ശിവനെയാണ് പ്രദർശിച്ചിരിക്കുന്നത്. ഇതുണ്ടാക്കിയ ഉളികളൊക്കെ ഈ പാറയുടെ മുകളിൽ ഒരു ഹോൾ പോലെ ഉണ്ടാക്കി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലത്തെ പാറയുടെ വേറൊരു പാറ വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വള്ളസദ്യയുടെ സമയത്ത് KSRTCയുടെ സർവീസുകളൊക്കെ ഇവിടെ വരും. ഒരു ദിവസം 15 ബസ്സുകളൊക്കെ വരും. വളരെയധികം ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലമാണ്. അല്ലാതെ അവധി ദിവസങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ വരും. രാവിലെ പൂജയുണ്ട്. രാവിലെ 6 തൊട്ട് 7-7:30 വരെയൊക്കെ പൂജയുണ്ട്. എല്ലാ ദിവസവും ഒരു നേരം പൂജ നടത്തുന്നുണ്ട്. ഉഗ്രമൂർത്തിയായ ശിവനെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സംരക്ഷണം പുരാവസ്തു വകുപ്പാണ് ചെയ്തത്. 4.25 ഏക്കറോളം സ്ഥലമുണ്ട്. അതേപോലെ പൂജാ കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. അത് രാവിലെയാണ് പൂജ. അതേപോലെ ടൂറിസം വകുപ്പ്, റവന്യൂ വകുപ്പ്, ഇങ്ങനെ 3-4 വകുപ്പുകൾക്ക് ഇതിനകത്ത് ഇതുണ്ട്. വളരെയധികം ആൾക്കാർ വന്നു പോകുന്ന ഒരു പുണ്യക്ഷേത്രമാണ്. അതുപോലെ ടൂറിസ്റ്റുകളും സായിപ്പന്മാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒത്തിരി വരും. സ്കൂളിൽ നിന്ന് കുട്ടികളെ പഠനത്തിന് കൊണ്ടുവരും. ഇങ്ങനെ വളരെയധികം ആൾക്കാർ വരുന്ന ഒരു ഇതാണ്. ഇവിടുത്തെ ആരാധന സമയം എന്ന് പറഞ്ഞാൽ 6 തൊട്ട് ഒരു 7-7:30 വരെ പോറ്റി ഉണ്ടാവും. ചിലപ്പോൾ 9 മണി വരെയൊക്കെ കാണും. ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അവധി ദിവസങ്ങളിലൊക്കെയാണ്. അപ്പോൾ അന്നേരമൊക്കെ കൂടുതൽ സമയം കാണും ആരാധന. എല്ലാ ദിവസവും ആരാധനയുണ്ട്. രാവിലെ ഒരു നേരം മാത്രമേ പൂജയുള്ളൂ. ഇത് 2 നേരം പൂജിച്ചാൽ ഇവിടുത്തെ ശക്തി കൂടും, കവിയൂരെ പ്രാധാന്യം കുറയും. അതുകൊണ്ട് അവർ അങ്ങനെ ഒരു നേരം മാത്രമേ ഇവിടെ പൂജ നടത്താറുള്ളൂ. തിങ്കളാഴ്ചയുണ്ട് പൂജയും കാര്യങ്ങളെല്ലാം ഉണ്ട് തിങ്കളാഴ്ച. പക്ഷേ അത് പുരാവസ്തു വകുപ്പിന് അവധിയാണെന്നേ ഉള്ളൂ. എന്നാലും പൂജയും കാര്യങ്ങളും ഇതെല്ലാം തുറന്ന് ഇത് ഓപ്പണായിട്ട് കിടക്കും. കുഴപ്പമില്ല. എല്ലാ ദിവസവും വരാം. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു കാവിൽ ചെന്നെത്തിയ പോലെയുള്ള ഒരു ഫീലാണ് തോന്നുക. എവിടെയും കിളികളുടെയും ചെറുജീവികളുടെയും ഒക്കെ ശബ്ദമാണ് കേൾക്കാൻ സാധിക്കുക. പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിൽ ഉള്ള ഈ ഗുഹാക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യേക പ്രവേശന ഫീസോ ഒന്നുമില്ല.
ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഗുഹാക്ഷേത്രവും പാണ്ഡവൻ പാറയിൽ സന്ദർശിക്കുവാൻ പ്രത്യേക അനുമതിയോ ഒന്നും ആവശ്യമില്ല. ഈ പാണ്ഡവൻ പാറയും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ എത്രത്തോളം ഭംഗിയാണോ അത്രത്തോളം അപകടം നിറഞ്ഞതുമാണ്. മഴക്കാലത്ത് ഒക്കെ എത്തുന്നവർ ഈ പാറയുടെ മുകളിൽ നല്ല വഴുവഴുപ്പായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നീങ്ങുവാൻ. പാണ്ഡവൻ പാറയുടെ ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ കവിയൂർ പഞ്ചായത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാൻ കഴിയും. എപ്പോഴും നല്ല കുളിർക്കാറ്റാണ് ഇവിടെ. ഈ രണ്ട് പാറകൾക്കിടയിൽ കാണുന്ന ഈ ആൽമരം നമ്മൾ ഗുഹാക്ഷേത്രം സന്ദർശിച്ചപ്പോൾ കുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരമാണിത്. അത്രയ്ക്ക് ഉയരത്തിലാണ് ഈ മരത്തിൻ്റെ നിൽപ്പ്. തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വെറും 2 കിലോമീറ്ററിൽ താഴെയാണ് ഇവിടേക്കുള്ള ദൂരം. കവിയൂരിലെ NSS സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജംഗ്ഷനിൽ നിന്നും നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഈ ക്ഷേത്രാങ്കണത്തിലേക്കുള്ളൂ. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തു കൂടി പാറയുടെ മുകളിലേക്ക് കയറാം എങ്കിലും അത് നല്ല വിദഗ്ധരെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ്. കുടുംബത്തോടൊക്കെ ഒപ്പം എത്തുന്നവർക്ക് ഈ പാറയുടെ മുകളിലേക്ക് എത്തിപ്പെടുവാൻ ഏറ്റവും നല്ലത് പാറയുടെ പിൻവശത്തു കൂടിയുള്ള നടപ്പാതയിലൂടെ മുകളിലേക്ക് എത്തുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന വഴിയുടെ വശത്തുകൂടി പിൻഭാഗത്തെത്താൻ ഒരു ചെറിയ നടപ്പാതയുണ്ട്. അതിലൂടെ വേണം മുകളിലേക്ക് എത്താൻ. ഈ പാത കൂടാതെ മറ്റൊരു വഴി കൂടിയുണ്ട്. കുട്ടികളും സ്ത്രീകളും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത് പ്രധാന കവാടത്തിൽ നിന്നും നേരെയുള്ള വഴിയിൽ കൂടി കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ ഇടതുഭാഗത്തായി ഇമ്മാനുവൽ മർത്തോമ ചർച്ച് കാണാൻ സാധിക്കും. അവിടെ നിന്നും ഇടത്തേക്ക് മുകളിലേക്കുള്ള വഴി ചെന്നെത്തുന്നത് ഈ പാറയുടെ തൊട്ടു പിന്നിലാണ്. അവിടെ നിന്നും പാണ്ഡവൻ പാറയുടെ മുകളിലേക്ക് എത്തുവാൻ വളരെ ഈസിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.